Good morning, all. Good morning, ma'am. Good morning, ma'am. നിങ്ങളെടുത്ത് നോക്കിയിരുന്നോ ഹോസ്പിറ്റലൊക്കെ ഒരു ഇൻഫെക്ഷൻ? Yes, ma'am. ഡൗട്ട്സ് വല്ലതുണ്ടോ? ക്ലിയർ ആണോ? Clear. Clear ആണ് ma'am. നെക്സ്റ്റ് എടുക്കാം അല്ലേ? നെക്സ്റ്റ് ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ ആണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന വെക്റ്റർ ബോൺ എന്ന് പറഞ്ഞാല് ലിവിങ് ഓർഗാനിസംസ് വഴി, അതായത് മോസ്കിറ്റോസ്, ഫ്ലൈസ്, അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ് ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. ലിവിങ് ഓർഗാനിസംസ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് എവിടെ വരെ പഠിച്ച മോഡ് ഓഫ് ട്രാൻസ്മിഷനിലെ ഏതൊക്കെ രീതിയിലാണ് ഒരാളിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ പടരുന്നത് അല്ലെ. അതെങ്ങനെയാണ്? ഡയറക്റ്റ് അല്ലെ, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ. ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാല് സ്കിൻ ടു സ്കിൻ ടച്ചിങ്ങിലൂടെ അല്ലെ. ഓക്കെ, സ്കിൻ ടു സ്കിൻ ടച്ചിങ്ങിലൂടെ ഒരാളുടെ ബോഡിയിൽ നിന്ന് മൈക്രോബ്സുകൾ വേറെ ഒരാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാല് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ഉപയോഗിച്ച ഒബ്ജക്റ്റീവ്സ് എന്താണ്? ആളുടെ ഡ്രസ്സുകള് അല്ലെങ്കിൽ ആള് ടച്ച് ചെയ്ത സ്ഥലങ്ങളില് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആളുടെ ബ്ലഡിൽ ഒന്ന് ടച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ആൾക്ക് ഉപയോഗിച്ച നീഡിൽസ് അല്ലെ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റുകൾ, എക്യുപ്മെന്റ്സുകളൊക്കെ വേറൊരാളിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഇൻഫെക്ഷൻസ് പകരുന്നു. പിന്നെ എന്താണ് സെക്കൻഡ് ഇത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. എന്താണ്? തുള്ളികളിലൂടെ ഒരാള് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാള് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എന്താണ് തെറിക്കുന്ന അല്ലെ, ഉമിനീരിലൂടെ അല്ലെങ്കിൽ തുള്ളികളിലൂടെ. അതെന്താണ്? അന്തരീക്ഷത്തിൽ തങ്ങിയിട്ട് അതല്ലെങ്കിൽ എന്താണ് ഒരാളുടെ ശരീരത്തിലേക്ക് തെറിച്ചിട്ട് അല്ലെ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എയർ ബോൺ ട്രാൻസ്മിഷൻ. എന്താണ്? വായുവിൽ കൂടി, വായുവില് ഇൻഫെക്ഷൻ പടർന്നിട്ട് എന്താണ് അത് വേറൊരാളുടെ കുറച്ചു നേരം അത് ആ ഇൻഫെക്ഷൻസ് എന്താണ് വായുവില് തങ്ങി നിൽക്കും അല്ലെ. അപ്പൊ എന്താണ് അത് വേറൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. എന്താണ്? ഫുഡിലൂടെ, വാട്ടർ ഒബ്ജക്റ്റീവ്സിലൂടെ, വസ്തുക്കളിലൂടെ, എന്താണ് ഫുഡിലൂടെ, വാട്ടറിലൂടെ, അതല്ലെങ്കിൽ മെഡിക്കേഷൻസിലൂടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സിലൂടെ, അതല്ലെങ്കിൽ എക്യുപ്മെന്റ്സിലൂടെ ഒക്കെ പകരുന്നത്. നെക്സ്റ്റ് എന്താണ്? വെക്റ്റർ ബോൺ ട്രാൻസ്മിഷൻ. എന്താണ്? ലിവിങ് ഓർഗാനിസംസ്, ജീവനുള്ള എന്തെങ്കിലും ഓർഗാനിസംസ് അല്ലെ, റാറ്റ്, മോസ്കിറ്റോസ്, എന്താണ് ചിക്കൻ ഗുനിയ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് പ്രിവെൻഷൻ. ഡെങ്കി ഫീവർ പ്രിവെൻഷൻ തടയാനുള്ളത് അല്ലെ, ഇൻഫെക്ഷൻ ബാധ തടയാനുള്ള, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത് തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നെക്സ്റ്റ് പ്രിവെൻഷനിൽ പറയുന്നത്. കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് QA, quality assurance and quality control measures to the healthcare sectors. Healthcare സെക്ടേഴ്സിലുള്ള ട്രീറ്റ്മെന്റുകൾ, കെയേഴ്സ്, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എങ്ങനെയുള്ള ഇതായിരിക്കണം? നോസോകോമിയൽ ഇൻഫെക്ഷൻ തടയുന്ന രീതിയിൽ ക്വാളിറ്റി അഷുറൻസ് ആയിട്ടുള്ള അല്ലെ, ഗുണനിലവാരമുള്ള, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്താലേ ഗുണനിലവാര നിയന്ത്രണം നടന്ന പ്രോഗ്രാമുകൾ, ഫെസിലിറ്റീസ് അവർ നടത്തുക. എന്താണ്? ഇപ്പൊ ഒരാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇവർ ഇങ്ങനെയുള്ള പ്രിവെൻഷൻ ആയിട്ടുള്ള മാർഗങ്ങൾ യൂസ് ചെയ്ത് കാണിച്ച്
ക്വാളിറ്റിയുള്ള പ്രോഗ്രാംസുകൾ, ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റുകൾ, ക്വാളിറ്റിയുള്ള സർവീസുകൾ എന്താണ് പേഷ്യൻസിന് കൊടുക്കുക. അപ്പൊ എന്താണ് ഒരു പരിധി വരെ അല്ലെ എന്താണ് ഇൻഫെക്ഷൻ ബാധ തടയാൻ പറ്റൂലേ. നെക്സ്റ്റ് എന്താണ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ക്യാൻ ബി ഫീസിബിൾ അപ്രോച്ച്. എന്താണ് ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രായോഗിക സമീപനം എന്ന് പറഞ്ഞാൽ എന്താണ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ആണ്. എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്ത് എന്താണ് ഓരോ ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നതും വ്യത്യസ്ത രീതികളിലായിരിക്കില്ലേ, ആണോ? ഓരോ ഇൻഫെക്ഷനും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ് വ്യത്യസ്ത രീതികളിലായിരിക്കും. അപ്പൊ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എവിഡൻസ് കളക്ട് ചെയ്തിട്ട് എന്താണ് അതിനുള്ള ഡിസിഷൻ എടുക്കുക. അതാണ് എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുന്നത്. എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള എന്താണ് ഇപ്പൊ ഒരു നിപ്പ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏത് രീതിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നതിന് അതിനെന്താണ് എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അതിനുള്ള ഡിസിഷൻസ് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാതിരിക്കാൻ എന്തൊക്കെ ഡിസിഷൻസ്, എന്തൊക്കെ മാർഗങ്ങൾ, എന്തൊക്കെ പ്രിവെൻഷൻസ് നടത്താൻ സാധിക്കും എന്നതാണ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്. ക്ലിയർ ആയോ? എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാല് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയുള്ള എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്താണ് ഹോസ്പിറ്റലുകളിൽ പ്രാവർത്തികമാക്കുക. എന്താണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ, കെയേഴ്സ് ഒക്കെ എന്താണ് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ ചെയ്ത സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ എന്താണ് ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാതിരിക്കാൻ പ്രായോഗിക സമീപനങ്ങൾ, പ്രായോഗിക മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, these are the following ways to prevent HAI. HAI hospital acquired infections പകരാതിരിക്കാനുള്ള പ്രിവെന്റിംഗ് മാർഗങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്തത് പറയുന്നത്. എന്താണ് സാനിറ്റേഷൻ. സാനിറ്റേഷൻ ചെയ്യുക. എന്താണ് സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജേംസിനെയൊക്കെ നശിപ്പിച്ച് കളയാ അല്ലെ, മൈക്രോബ്സിനെ, ജേംസിനെ അല്ലെ, ഇൻഫെക്ഷൻസിനെ എന്താണ് നശിപ്പിച്ച് കളയുക, എന്താണ് ശുചീകരണം അല്ലെ. ശുചീകരണ പ്രവർത്തനങ്ങളെയാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് കോവിഡ് ടൈം കോവിഡ് പടരാതിരിക്കാൻ അല്ലെ എന്താണ് അപ്പോൾ സാനിറ്റേഷൻ മാർഗങ്ങൾ അല്ലെ, ശുചിത്വ പരിപാടികളെയാണ്. ശുചിത്വം അതായത് നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്നതാണ് സാനിറ്റേഷൻ. ഹോസ്പിറ്റൽ കഴുകുക, വാഷ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികൾ സാനിറ്റേഷൻ. ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് കൺസേണിംഗ് യൂണിഫോംസ്, എക്യുപ്മെന്റ്സ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്. എന്താണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന യൂണിഫോമുകൾ, അതൊക്കെ എന്താണ് സാനിറ്റേഷൻ പ്രോട്ടോകോൾസ്. എന്താണ് ശുചീകരണ നടപടികൾ ചെയ്യുക. എന്താണ് യൂണിഫോമിൽ നിന്ന് അല്ലെ, ഒരാൾ ധരിച്ച യൂണിഫോമിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഇൻഫെക്ഷൻ ബാധ യൂണിഫോം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യില്ലേ. ഇപ്പൊ അവിടുത്തെ നേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും അല്ലെങ്കിൽ ആ പേഷ്യന്റ് ആണെങ്കിലും ഉപയോഗിച്ചാലേ ഹോസ്പിറ്റൽ ഡ്രസ് ഇതൊക്കെ എന്താണ് ഇൻഫെക്ഷൻ ബാധയൊക്കെ. അപ്പൊ അതൊക്കെ എന്താ സാനിറ്റേഷൻ പ്രോട്ടോകോൾസ്, എന്താണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുക. എക്യുപ്മെന്റ് സ്റ്റെറിലൈസേഷൻ, എന്താണ് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകൾ സ്റ്റെറിലൈസ് ചെയ്യുക, എന്താണ് സ്റ്റെറിലൈസ് ചെയ്യുക, ശുദ്ധിയാക്കുക. വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്, അണുവിമുക്തമാക്കുക. ഓക്കെ, എന്താണ് വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്, എന്താണ് കഴുകുക അല്ലെങ്കിൽ അതർ പ്രിവെന്റീവ് മെഷേഴ്സുകൾ യൂസ് ചെയ്യുക. ഓരോ കാര്യങ്ങളും അണുവിമുക്തമാക്കുന്നതിന് ഒന്നിലേക്ക് കഴുകുക അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ
ശുചീകരണ നടപടികൾ സ്വീകരിക്കുക. ത്രൂ ഹാൻഡ് വാഷിംഗ് and or use of alcohol, drugs by all medical personnel before and after each patient contact is one of the most effective ways to fight nosocomial infection. എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷന് നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം എന്താണ്? ഒരു പേഷ്യന്റിന് ആദ്യം അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും അത് കഴിഞ്ഞിട്ടും എന്താണ്? കൈകൾ കഴുകുക, ഹാൻഡ് വാഷ് ചെയ്യുക, കൈകൾ കഴുകുക. അതെങ്ങനെയാണ്? തൊറോ ഹാൻഡ് വാഷിംഗ്, നല്ല രീതിയിൽ തൊറോ ആയിട്ട് അല്ലെ, നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഹാൻഡ് വാഷിന്റെ രീതികൾ എങ്ങനെയാണെന്ന്, ഹാൻഡ് വാഷ് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? തൊറോ ആയ നല്ല രീതിയിലുള്ള ഹാൻഡ് വാഷ് ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ്? ആൽക്കഹോൾ ഡ്രഗ്സുകൾ എന്താണ്? നമ്മ ഹാൻഡ് സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കാറില്ലേ? കൊറോണ വന്നപ്പോ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ലേ സാനിറ്റൈസർ? ഉണ്ടായിരുന്നോ? അപ്പൊ അതെന്താണ്? അതില് ആൽക്കഹോളിന്റെ കണ്ടന്റ് അടങ്ങിയിരിക്കുക അല്ലെ, കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന സാനിറ്റൈസർ എന്താണ്? ജേംസിനെ അല്ലെ, നമ്മുടെ കയ്യിൽ പറ്റിയ ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയാനായിട്ട് അല്ലെ. അപ്പൊ എന്താ ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രതിരോധിക്കാനുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, തൊറോ ആയിട്ട് നല്ല രീതിയിൽ സോപ്പ് ഇട്ട് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ടതായിട്ട് നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്? കയ്യിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്തിട്ട് റബ്ബ് ചെയ്യുക അല്ലെ. നെക്സ്റ്റ്, sanitizing surface is part of control measures to reduce lesser nosocomial infection in healthcare environment. Notwithstanding sanitation protocol, patient cannot be completely isolated from communicable agents. എന്താണ്? സാനിറ്റേഷൻ സർഫസുകൾ, ഇങ്ങനെയുള്ള ശുചിത്വ പരിപാടികൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ്? പൂർണ്ണമായും ഒരു പേഷ്യൻസിനെ നമുക്ക് അണുവിമുക്തമാക്കാൻ പറ്റുമോ? പേഷ്യൻസിനെ ഇൻഫെക്ഷൻസിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പരിധി വരെ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നല്ലാതെ എന്താണ്? മുഴുവനായിട്ട് ഒരു 100% ഒരു നോസോകോമിയൽ ഇൻഫെക്ഷന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഈ സാനിറ്റേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ പേഷ്യൻസിനെയും നമുക്ക് എന്താണ്? പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ കഴിയില്ല. Moreover, patients are often advised to make antibiotics and other antimicrobial drugs to help treat illness. This may enlarge the selection pressure for the emergence of resistant strains. എന്താണ്? ചില ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, എന്താണ്? ആ പേഷ്യൻസിന് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കാൻ കൊടുക്കാറുണ്ട് അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് മെഡിസിൻസിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും, എന്താണ്? ബയോട്ടിക്സുകളൊക്കെ കൊടുക്കും. ഇതെന്താണ്? ഒരു പരിധി വരെ എന്താണ്? അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഇൻഫെക്ഷനെ എന്താണ്? നശിപ്പിക്കുന്നതിനായിട്ട് ഈ ആന്റിബയോട്ടിക്സിന് അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സിന് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ആന്റിബയോട്ടിക്സുകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് അല്ലെ, ഈ പേഷ്യന്റിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന മൈക്രോബ്സുകളെ ഈ ആന്റിബയോട്ടിക്സ് എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയില്ലേ. അപ്പൊ അവരെന്താണ്? ആ ഇൻഫെക്ഷനിൽ നിന്ന് ആ പേഷ്യന്റിനെ സംരക്ഷിക്കാൻ ഈ ആന്റിബയോട്ടിക്കുകൾക്ക് കഴിയും. ക്ലിയർ ആയോ? സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന യൂണിഫോംസുകൾ അതല്ലെങ്കിൽ എക്യുപ്മെന്റുകളൊക്കെ എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ എന്താണ്? വാഷിംഗ്, എന്താണ്? കഴുകുക, അല്ലെങ്കിൽ പ്രിവെന്റിങ്, ഇങ്ങനെയുള്ള പ്രിവെന്റിങ് മെഷേഴ്സ് അല്ലെ, എന്താണ്? ഇൻഫെക്ഷൻ പടരാതിരിക്കാനുള്ള എന്തെങ്കിലും ശുചീകരണ സംവിധാനങ്ങൾ ചെയ്യുക. പിന്നെ എന്താണ്? നമ്മുടെ ഒരു പേഷ്യന്റിനെ നമ്മ ആദ്യം തൊടുന്നതിന് മുമ്പ്, തൊട്ടതിന് ശേഷമൊക്കെ എന്താണ്? ടച്ച് ചെയ്തതിനും അതല്ലെങ്കിൽ
ടച്ച് ചെയ്തതിനും അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നതിനും കോണ്ടാക്ട് ചെയ്തതിനു ശേഷം എന്താണ് നമ്മുടെ കൈകൾ അല്ലെ, ഡോക്ടർ ആയിക്കോട്ടെ നഴ്സിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകളുടെ കൈകളൊക്കെ എന്താണ്, കൈകള് നല്ല രീതിയിൽ തൊറോ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, ആൽക്കഹോളിന്റെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന സാനിറ്റൈസർ യൂസ് ചെയ്തുകൊണ്ട് കൈകള് റബ്ബ് ചെയ്യുക. പിന്നെ എന്താണ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്താലും എന്താണ്, ശുചീകരണ പ്രവർത്തനങ്ങള്, ഹാൻഡ് വാഷിന്റെ ഉപയോഗങ്ങള്, സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധി വരെ നമുക്ക് എന്താണ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിൽ നിന്ന് തടയുക, എന്താണ് പ്രതിരോധിക്കാമെന്നല്ലാതെ 100% നമുക്ക് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്താ നെക്സ്റ്റ് എന്താണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോ പേഷ്യൻസിന് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് അതല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സുകൾ എന്താണ് ഒരു ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സുകള് എന്താണ് ഈ പേഷ്യന്റിനെ അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഇൻഫെക്ഷൻസിനെ എന്താണ് നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പവർ അല്ലെ, ഒരു ഇമ്മ്യൂണിറ്റി പവർ, റെസിസ്റ്റൻസ് ട്രെയിൻ എന്താണ് ഈ പേഷ്യന്റിന് നൽകുന്നുണ്ട്. ക്ലിയർ ആയോ ആ പേര്, അത് ആ പോയിന്റ്? സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാല് ശുദ്ധീകരണം. ക്ലിയർ ആയത്? ശുദ്ധീകരണം നടത്തുന്നതിന് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, എന്താണ് യൂണിഫോമുകൾ നമുക്ക് വാഷ് ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് ഹാൻഡ് വാഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹാൻഡുകള് റബ്ബ് ചെയ്യുക അല്ലെ, സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണുനശീകരണം. എന്തൊക്കെ രീതിയിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാം? സ്റ്റീം ഉപയോഗിച്ചല്ലേ, ഓട്ടോക്ലാവിംഗ് പഠിച്ച, ഹീറ്റ് ഉപയോഗിച്ച് അല്ലെ, സ്റ്റീം ഉപയോഗിച്ച്. ബയോമെഡിക്കൽ വേസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഓട്ടോക്ലേവിംഗ് ഒക്കെ, മറന്നുപോയാ? Okay, sterilization goes further than just sanitizing. It destroys all microbes on equipment and surfaces through exposure to chemicals, ionizing radiation, dry heat or steam under pressure. എന്താണ് sterilization? എന്താണ് നമ്മുടെ സാനിറ്റൈസ് ചെയ്യുന്നതിൽ കൂടുതൽ ഇഫക്റ്റീവ് ആയ രീതിയിൽ അല്ലെ, സാനിറ്റൈസേഷൻ ചെയ്യുന്നതിൽ കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് അണുക്കളെ നശിപ്പിക്കുന്നതിനായിട്ട് എക്യുപ്മെന്റുകളിൽ നിന്നും അതല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റുകളിൽ നിന്ന് എന്താണ് നമുക്ക് നമ്മുടെ സാനിറ്റൈസേഷനിൽ കൂടുതൽ ഇഫക്റ്റീവായി എന്താണ് അണുക്കളെ നശിപ്പിക്കാനായിട്ട് ഈ സ്റ്റെറിലൈസേഷനിൽ കൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? എന്തൊക്കെ രീതിയിലാണ് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുന്നത്? എക്സ്പോഷർ ടു കെമിക്കൽസ്, എന്തെങ്കിലും കെമിക്കൽ ലിക്വിഡുകൾ, കെമിക്കൽ റിയേജൻസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. പിന്നെ അയോണൈസേഷൻ, റേഡിയേഷൻ, എന്താണ് റേഡിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യാം. ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ചും കാണിട്ട് അല്ലെ, ചൂട് ഉപയോഗിച്ചും കാണിട്ട്. ഓർ സ്റ്റീം അണ്ടർ പ്രഷർ, എന്താണ് പ്രഷറിന്റെ കീഴില് സ്റ്റീം ഉപയോഗിച്ചും കണ്ടത് എന്താണ് ഓട്ടോക്ലേവിംഗ് ആണ് അല്ലെ, ആണോ? പ്രഷറിന്റെ അണ്ടറിൽ സ്റ്റീം ഉപയോഗിക്കുന്നത് ഓട്ടോക്ലേവിംഗ് മെത്തേഡിലൂടെ. ഇപ്പൊ എന്താണ് സാനിറ്റൈസേഷനിൽ കൂടുതൽ മൈക്രോ ഓർഗാനിസംസിലെ നമുക്ക് എന്താണ് ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ നശിപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനുപയോഗിക്കുന്ന മാർഗങ്ങൾ എന്താണ്? പല രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കെമിക്കൽ ഉപയോഗിച്ചില്ലേ, കെമിക്കൽസ്, ലിക്വിഡ്സുകള്, റിയേജൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാം. പിന്നെ എന്താണ് റേഡിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യാം. പിന്നെ എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, നല്ല ഉയർന്ന ചൂട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എന്താണ് അണുനശീകരണം നടത്താം. പിന്നെ എന്താണ് സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, ഓട്ടോക്ലേവിംഗ് മെത്തേഡിലൂടെ നമുക്ക് എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ?
നെക്സ്റ്റ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്താണ്? ഐസൊലേഷൻ നമ്മ കുറെ ചാപ്റ്റേഴ്സിലായി ഐസൊലേഷൻ പറയുന്നത്. ഓർമ്മയുണ്ട? ഐസൊലേഷൻ എന്താണ്? ഐസൊലേഷൻ ഐസൊലേഷൻ റൂം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലല്ലേ ഐസൊലേഷൻ റൂം പഠിച്ച? കണ്ടാമിനേറ്റഡ് റൂം, ഐസൊലേഷൻ റൂം വാർഡില് പഠിച്ച്. എന്താണ് ഐസൊലേഷൻ? ഒറ്റയ്ക്ക് ഒരു റൂമിൽ ആകുകയത് അല്ലെ? എന്താണ്? അസുഖങ്ങള് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അല്ലെ, പടരാതിരിക്കാൻ മാറ്റി താമസിപ്പിക്കാൻ, ഒരാളെ ഒരു റൂമില് പ്രത്യേകമായിട്ട് താമസിപ്പിക്കുക. അതെന്താണ്? ഒരു പ്രിക്കോഷൻ ആണല്ലേ? പ്രൈവറ്റ് നമ്മുടെ പ്രിക്കോഷൻ ആണല്ലേ? ഒരു മുൻകരുതലാണല്ലേ? എന്താണ്? അസുഖം മറ്റുള്ള ആളുകൾക്ക് പടരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ ആണ് അല്ലെ? മുൻകരുതൽ എടുക്കുന്നതാണ്. ആണോ? ഓക്കെ. ഐസൊലേഷൻ എന്താണ്? ഐസൊലേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് isolating precaution designed to transmit microbes by common routes in hospitals. എന്താണ്? ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിൽ കൂടെ എന്താണ് മൈക്രോബ്സുകള് പടരുന്നത് ഒഴിവാക്കുന്നതിനായിട്ട് എടുക്കുന്ന ഒരു പ്രിക്കോഷൻ ആണ്, ഒരു മുൻകരുതലാണ് ഐസൊലേഷൻ, മാറ്റി താമസിപ്പിക്കല് അല്ലെ? എന്താണ് സാധാരണ വഴികൾ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് മറ്റുള്ള ആളുകളിൽ കൂടെ അല്ലെ, സാധാരണ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താൽ എന്ത് ചെയ്യും? വാർഡിൽ കിടത്തി, അതല്ലേ റൂമിൽ കിടത്തി, അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താൽ എന്ത് ചെയ്യും? എന്ത് പറ്റും? ഈ അസുഖം മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യില്ലേ? സ്പ്രെഡ് ചെയ്യും. എന്താരും പറയാത്തെ? മറ്റുള്ളവർക്കും വരില്ല. അപ്പൊ എന്താണ്? സാധാരണ വഴികളിലൂടെ എന്താണ് സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന്, സാധാരണ വഴികളിലൂടെ ഈ മൈക്രോബ്സുകൾ, ഈ ഇൻഫെക്ഷന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് എന്താണ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് ഐസൊലേഷൻ, മാറ്റി താമസിപ്പിക്കല്, ഒറ്റയ്ക്ക് മാറ്റി താമസിപ്പിക്കുന്നത്. Because agents and host factors are more difficult to control, interruption of transfer of microbes is directly mainly transmission. Example, isolation of infectious cases in hospitals. എന്താണ്? ഹോസ്റ്റും ഏജൻസും എന്താണ് ഈ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മറ്റുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യും? ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ? സാധാരണ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ എന്ത് ചെയ്യും? നമുക്കത് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ? ഇത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്, ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എന്തായിരിക്കും? നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. ആണോ? ബുദ്ധിമുട്ടായിരിക്കോ? ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഒരാൾക്ക് ഈ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരു നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ള ഒരാൾ ഒരു വാർഡിൽ കൊണ്ടുവന്ന് കിടത്തിയാണ്. അപ്പൊ എന്ത് പറ്റൂ? നമുക്ക് ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മോർ ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ? അപ്പൊ എന്താണ്? ആളുടെ കൂടെ കൂടെ സഹവർത്തിക്കുന്ന അല്ലെ, ആ വാർഡിൽ കഴിയുന്ന എല്ലാ പേഷ്യൻസിനും വരാം. പിന്നെന്താണ്? മറ്റുള്ള പേഷ്യൻസിന്റെ കൂടെയുള്ള ആളുകൾക്ക് അല്ലെ, ബൈസ്റ്റാൻഡേഴ്സിന് എന്താണ് ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ? സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് അല്ലെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ ഇൻഫെക്ഷൻ ബാധ ഏറ്റ ഒരാളെ നമ്മൾ ഐസൊലേറ്റഡ് ആയി ഒരു പ്രത്യേക റൂമിൽ താമസിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? എന്താണ്? അവിടെ ട്രീറ്റ്മെന്റിന് പോകുന്ന സ്റ്റാഫുകൾ, അതല്ലെങ്കിൽ എന്താണ് സ്റ്റാഫുകളൊക്കെ എന്താണ് PPE കിറ്റുകള്, അതല്ലെങ്കിൽ എന്താണ് മാസ്കുകള്, അങ്ങനെയുള്ള പ്രതിരോധ എക്യുപ്മെന്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഇൻഫെക്ഷനെ ഒരു പരിധി വരെ അല്ലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഐസൊലേഷൻ. ഓക്കെ. എന്താണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാല്? ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിൽ കൂടി മൈക്രോബ്സുകൾ പടരുന്നത്, അതായത് രോഗാണുക്കൾ പടരുന്നതിൽ നിന്നുള്ള ഒരു മുൻകരുതലാണ് ഐസൊലേഷൻ. എന്താണ് ഈ ഐസൊലേഷൻ ചെയ്തില്ലെങ്കിൽ ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ ബാധ വരുന്നത് നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്താണ് ട്രാൻസ്ഫർ ഡയറക്റ്റ് ആയിട്ട് അല്ലെ നേരിട്ട് തന്നെ മൈക്രോബ്സുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു. എക്സാമ്പിൾ ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷൻ കേസസ് ഇൻ ഹോസ്പിറ്റൽ. ഇതിനുള്ള ഒരു എക്സാമ്പിൾ എന്താണ്? ഇങ്ങനെ പടരുന്നത് തടയുന്നതിനുള്ള ഒരു മാർഗം എന്താണ്? ഐസൊലേഷൻ ആണ്, മാറ്റി താമസിപ്പിക്കലാണ്. ആരോഗ്യയെ മറ്റുള്ള ആളുകളിൽ നിന്ന് വേറിട്ട് ഒരു മുറിയില് താമസിപ്പിക്കുന്നതാണ് ഇതിനുള്ള ഒരു എക്സാമ്പിൾ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിങ്ങിനെ കുറിച്ച് പറഞ്ഞൊക്കെയാണ് നമുക്ക് പറഞ്ഞത് തന്നെ. വീണ്ടും ഒരു പ്രിക്കോഷൻ എന്താ, പ്രിവെൻഷൻ ആണ് ഹാൻഡ് വാഷിംഗ്. നമ്മുടെ കൈകള് ഹാൻഡ് നല്ല രീതിയിൽ ഹാൻഡ്സ് കഴുകുക എന്നുള്ളത്. ഹാൻഡ് വാഷിംഗ് frequently is called the single most prime measure to lessen the risk of transmitting skin microbes from one person to another or from one site to another. എന്താണ് ഈ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്? ഫ്രീക്വന്റ്ലി ആയിട്ട് എന്താണ് ഒരു പേഷ്യന്റിനെ ടച്ച് ചെയ്യുക, ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു പേഷ്യന്റിനെ ടച്ച് ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് ഫ്രീക്വന്റ്ലി ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നത് മൈക്രോബ്സുകളെ എന്താണ് മൈക്രോബ്സുകള് പകരുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എന്താണ്? ഫ്രം വൺ പേഴ്സൺ ടു അനദർ. എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ വൺ സൈഡ് ടു അനദർ. എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പകരുന്നതൊക്കെ എന്താണ്? ഈ ഹാൻഡ് വാഷ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ ഇൻഫെക്ഷൻ ബാധ ഏറ്റ ഒരാളെ നമ്മൾ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കൈ കഴുകുമ്പോൾ എന്താണ് ആ ഇൻഫെക്ഷൻസ് അല്ലെ നശിച്ചു പോവേണ അല്ലെ നശിച്ചു പോവുകയാണ്. അപ്പൊ പിന്നെ ആ ഇൻഫെക്ഷൻ വേറൊരാൾക്ക് പടരാൻ പറ്റോ? വേറൊരാളുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റോ? ഇല്ല അല്ലെ. ആ ഇൻഫെക്ഷൻ ഹാൻഡ് വാഷോട് കൂടി നശിച്ചു പോകുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരു സ്ഥലത്ത് തൊട്ട് അതിനുശേഷം നമ്മൾ എന്താണ് പോയി കൈ കഴുകിയാലും ആ ഇൻഫെക്ഷൻ എന്താണ് നശിച്ചു പോകൂലേ. ആ ഇൻഫെക്ഷനെ നമുക്ക് എന്താണ് കഴുകിക്കളയുന്നതിലൂടെ അതിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ എന്താണ് ഹാൻഡ് വാഷ് ചെയ്യുന്നതിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻഫെക്ഷൻ പടരുന്നതോ അതല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നതോ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? Washing hands as in a proper and thorough manner as possible between patient contact and after contact with the blood, body fluid secretion, excretion, and equipment articles contaminated by them is a prime factor of infection control and isolation precautions. എന്താണ് നമ്മ ഒരാളെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ തൊട്ടിട്ട് എന്താണ് ഒരാളെ തൊടുക, അതല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് ഏറ്റിട്ടുള്ള ബ്ലഡ്, അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുകള് യൂറിന് അല്ലെങ്കിൽ സെക്രീഷൻ എന്ന് പറഞ്ഞാല് തുപ്പലൂപ്പിനീരൊക്കില്ലേ അതിനെയാണ് സെക്രീഷൻ എന്ന് പറയുന്നത്. സെക്രീഷൻ. പിന്നെ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാല് വിസർജനങ്ങള് യൂറിന് അങ്ങനെയുള്ളതൊക്കെ. ആൻഡ് എക്യുപ്മെന്റ് ആർട്ടിക്കിൾസ്. എന്താണ് എക്യുപ്മെന്റുകൾ? കണ്ടാമിനേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ അതല്ലെങ്കിൽ എക്യുപ്മെന്റ് ആർട്ടിക്കിൾസുകള് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ട് എന്താണ് നമ്മ കൈ കഴുകുമ്പോ എന്താണ് ഈ ഇൻഫെക്ഷൻസ് നശിച്ചു പോകുന്ന ഹാൻഡ് വാഷിലൂടെ എന്താണ് നമുക്കതിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻഫെക്ഷൻ അങ്ങനെ എന്താണ് ഹാൻഡ് വാഷ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഇൻഫെക്ഷനെ തടയാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? ഹാൻഡ് വാഷിലൂടെ നമുക്ക് എന്താണ് ഇൻഫെക്ഷനെ നശിപ്പിക്കാൻ സാധിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സ്കിൻ ടു സ്കിന്നിലെ ഒരു ആളുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻഫെക്ഷൻ
പടരുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ എന്താണ് ഈ ഹാൻഡ് വാഷിലൂടെ സഹായിക്കുന്നു. അതല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റ ഒരാളുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ള ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലൂയിഡ്സുകൾ ബോഡി ഫ്ലൂയിഡ്സുകൾ തൊടാ അല്ലെങ്കിൽ സെക്രീഷൻ എന്താണ് തുപ്പല് അതൊക്കെ എന്താണ് നമ്മുടെ കയ്യുമ്മയായി അതല്ലെങ്കിൽ എക്സ്ക്രീഷൻ ആയി അപ്പൊ എന്താണ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ പോയി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്താൽ എന്താണ് നമുക്ക് ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? ഹാൻഡ് വാഷിംഗ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ നമുക്ക് ഇൻഫെക്ഷനെ നമ്മ ഹാൻഡ് വാഷ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻഫെക്ഷനെ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ സഹായിക്കുന്നു. അത്രേ ഉള്ളൂ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതികൾ അല്ലെ, ഒരു കൈ കഴുകൽ ഇപ്പൊ കൊറോണ വന്ന സമയത്ത് എല്ലായിടത്തും ഒട്ടിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടായി അല്ലെ, ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസുകളിലൊക്കെ എന്താണ് ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായി. ശ്രദ്ധിച്ചിട്ടുണ്ടാരെങ്കിലോ? ഓക്കെ. പിന്നെ നമ്മുടെ കയ്യിൽ എന്താണ് ഏത് സമയത്തും സാനിറ്റൈസർ ഉണ്ടായി അല്ലേ, ഹാൻഡ് വാഷ് ചെയ്യുന്നതിനായിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് ഈ മൈക്രോബ്സുകളെ രോഗാണുക്കളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഹാൻഡ് വാഷിലൂടെ തടയുന്നുണ്ട്. നെക്സ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE കിറ്റുകൾ അറിയാലോ. കൊറോണയുടെ സമയത്ത് അല്ലെ ഫേമസ് ആയത് കൊറോണ നിപ്പ വൈറസ് ഒക്കെ വന്നപ്പോ എന്താണ് ഫേമസ് ആയതാണ് അല്ലെ PPE കിറ്റുകൾ. PPE കൺസിസ്റ്റ് PPE എന്ന് പറഞ്ഞാല് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് കേട്ടോ. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. PPE consists of items such as എന്തൊക്കെയാണ് PPE കിറ്റിൽ പെടുന്നത്? നമ്മൾ കണ്ടിട്ടില്ലേ? PPE കിറ്റ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? എന്തൊക്കെയാണ്? ഗ്ലൗസ് ഉണ്ട്, പിന്നെ എന്താണ് മാസ്ക് ഉണ്ട്, ഗൗൺ ഉണ്ട് അല്ലെ. ഓക്കെ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? IVR ഉണ്ടാ കണ്ണുകള് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ ഇൻഫെക്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിലുള്ള ഓരോ സംഭവങ്ങളും. ഇപ്പൊ നോക്കിയേ, PPE കൺസിസ്റ്റ് ഓഫ് സച്ച് ആസ് ഐറ്റംസ് എന്താണ്? ഗ്ലൗസ് ഉണ്ട്. ഗ്ലൗസ് എന്തിനെ എവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും? ഹാൻഡ് പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും അല്ലെ. എന്താണ്? കയ്യിൽ അല്ലെ, നമ്മുടെ കയ്യിലൊന്നും ഇൻഫെക്ഷൻ ബാധയേൽക്കാതിരിക്കാൻ. അതേപോലെ ഗൗൺ എന്തിനാണ്? എങ്ങനെയാണ്? നമ്മുടെ ബോഡിന് അല്ലെ, നമ്മുടെ സ്കിന്നില് ഇൻഫെക്ഷൻ ബാധയേൽക്കാതിരിക്കാൻ. ഓക്കെ, മാസ്ക് എന്തിനാണ്? മാസ്ക് മൗത്ത് നോസ് അല്ലെ, നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ശ്വസിക്കുകയാണ് അല്ലെ, റെസ്പിറേഷൻ ചെയ്യാണ് അല്ലെ, ആണോ? അപ്പൊ എന്താണ് നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മൂക്കിൽ കൂടി ഈ മൂക്കസ് മെംബ്രെയിനിൽ കൂടെ എന്താണ് നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ എന്താണ് മൂക്കസ് മെംബ്രെയിൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫെക്ഷൻ ഒന്നും പോവാതിരിക്കാനായിട്ട് എന്താണ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള മൂക്കസ് മെംബ്രെയിനൊക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശ്വസിക്കുമ്പോ ശ്വാസം വിടുമ്പോ എന്താണ് നമ്മുടെ മൂക്കിന്റെ ഉള്ളിലൂടെ ശ്വാസം വലിക്കുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലേക്ക് അല്ലേ ഇൻഫെക്ഷൻ എത്താനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കസ് മെമ്പറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്താണ് മൂക്കിന്റെ ഉള്ളില് നമ്മൾ എന്താണ് ഈ എന്തെങ്കിലും അണുക്കള് ഒക്കെ പോകുമ്പോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ദ്രാവകം പോലെ സ്രവം പോലെയുണ്ട്.
അതാണ് അത് നമ്മുടെ ഇന്റേണൽ ബോഡി പാർട്ടി ഓർഗൻസിന്റെ ഉള്ളിലേക്ക് ഉണ്ട്. അങ്ങനെ ചെറിയൊരു സ്രവങ്ങൾ പോലെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എന്നുള്ള ഇൻഫെക്ഷൻ അതല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത്. അങ്ങനെയുള്ള മൂക്കസ് മെംബ്രെയിനൊക്കെ എന്താണ് ഈ ഇൻഫെക്ഷൻസ് നമ്മൾ ശ്വസിക്കുമ്പോ അല്ലെ മൂക്കിലൂടെ ശ്വാസം വലിക്കുമ്പോ ഈ ഇൻഫെക്ഷൻസ് എന്താണ് മൂക്കിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എന്താണ് ബാധിക്കൂലേ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനാണ് മാസ്കുകള്. ഐ വിയർ എന്താണ് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. യൂസ്ഡ് ടു മേക്ക് ബ്ലോക്കേഡ്സ് ത്രൂ പ്രൊട്ടക്ട്. ഇപ്പൊ നമ്മ പറഞ്ഞത് തന്നെ എന്താണ് ബ്ലോക്കേഡ്സ് ദാറ്റ് പ്രൊട്ടക്ട് സ്കിന്നിനെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്ലോത്തിങ് അല്ലെ ക്ലോത്തിങ് നമ്മുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാൻ. മൂക്കസ് മെംബ്രെയിനിലെ നമ്മുടെ മൂക്കസില് മൂക്കിന്റെ ഉള്ളിലുള്ള ഇതിന് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാൻ. എന്റെ റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ഇൻഫെക്ഷസ് ഏജൻസ് എന്താണ് റെസ്പിറേറ്ററി ട്രാക്ട് എന്താണ് നമ്മൾ ശ്വസനനാളത്തില് ശ്വസിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഓർഗൻസ് യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്താണ് റെസ്പിറേറ്ററി ട്രാക്ട് ആണ്. നമ്മൾ ശ്വസിക്കാൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെ അവയവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട്? മൂക്ക് ഉപയോഗിക്കുന്നുണ്ട്, നോസ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ വായ, പിന്നെന്താണ് ലങ്സ് ഉണ്ട്. ലങ്സ് ഉണ്ടോ? ലങ്സ് ഉണ്ട്, നെയ്സൽ ഉണ്ട് അല്ലെ. നോസ് ഉണ്ട്, മൗത്ത് ഉണ്ട്, ലങ്സ് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ലാരിങ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അവയവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് റെസ്പിറേഷൻ നടത്തുന്നത്. അപ്പൊ ഇതൊന്നും ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള ഒന്നിനും ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മ PPE ട്രാക്ക് ചെയ്യേണ്ടത്. PPE കിറ്റിലെ ഓരോ സാധനങ്ങളും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് റെസ്പിറേറ്ററി ട്രാക്റ്റിന് ഇൻഫെക്ഷൻ ഏൽക്കാതിരിക്കാൻ, നമ്മുടെ മൂക്കസ് മെമ്പറൈന് ഇൻഫെക്ഷൻ ഏൽക്കാതിരിക്കാൻ, നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഇൻഫെക്ഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മ എന്താണ് PPE കിറ്റുകള് ധരിക്കുന്നത്. അതൊരു പ്രതിരോധ മാർഗമാണ് അല്ലെ. ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധ മാർഗമാണ് PPE കിറ്റ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഗ്ലൗസ്. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, gloves play a pivotal role in the possibilities of transmission of microorganisms. എന്താണ് നമ്മ ഗ്ലൗസുകൾ യൂസ് ചെയ്യുന്നത്? എന്താണ് മൈക്രോബ്സുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതില് തടയുന്നതിനുള്ള ഈ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മ കയ്യുമ്പോ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഹാൻഡിൽ കൂടി നമ്മുടെ കയ്യിൽ കൂടി ഇൻഫെക്ഷൻ എന്താണ് നമുക്ക് ശരീരത്തിന് ഏൽക്കില്ല. എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മൈക്രോബ്സുകളെ പ്രവേശിക്കുന്നത് തടയാതിരിക്കാനുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഗ്ലൗസുകൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഇപ്പൊ ഞാൻ ഗ്ലൗസ് ഇട്ടുങ്ങാണ്ടിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇൻഫെക്ഷൻ ബാധ ഏൽക്കോ? ഇല്ല. അപ്പൊ എന്താണ് അവിടെ എന്താണ് ആ ഇൻഫെക്ഷൻ നമുക്ക് വരുന്നത് തടയാണ് അല്ലെ. ഈ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ ബാധ നമുക്ക് ഇല്ലാതെ തടയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്താണ് PPE കിറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിന് ഡ്രസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് നമ്മുടെ മൂക്കസ് മെമ്പറിന് അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ എന്താണ് ഇൻഫെക്ഷനിൽ നിന്ന് തടയുന്നതിനായിട്ട് ഈ PPE കിറ്റ് സഹായിക്കുന്നുണ്ട്. ഗ്ലൗസ് യൂസ് ചെയ്തത് കൊണ്ടും നമുക്ക് എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷന് മൈക്രോബ്സുകൾ പടരുന്നത് തടയുന്നതിന് സഹായിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് അഡീഷണൽ പ്രിക്കോഷൻസ്.
അല്ലാണ്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള പ്രതിരോധമാണ് പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? എയർബോൺ പ്രിക്കോഷൻസ് എന്താണ് നമ്മൾ പറഞ്ഞില്ലേ? എയർബോൺ വായുവിലൂടെ എന്താണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ വായുവിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ എന്താണ് എയർബോൺ പ്രിക്കോഷൻസ്? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ എന്താണ്? ഓരോരുത്തർക്ക് നമ്മൾ പറഞ്ഞില്ലേ ഐസൊലേഷൻ റൂം ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ ഒരാൾക്ക് എന്താണ് ഒരാൾക്ക് മാത്രം താമസിക്കാനുള്ള എന്താണ് ഇൻഡിവിജ്വൽ റൂം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അനുവദിച്ചു കൊടുക്കുക. ദിസ് കൺസിസ്റ്റ് ഓഫ് വെയർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ് എന്താണ് നമ്മൾ ഡോറുകൾ ക്ലോസ് ചെയ്തും വെച്ചിട്ടും എന്താണ് ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കൂലെ? നമുക്ക് എന്താണ് ശ്വാസം മുട്ടൽ പോലാക്കി അല്ലെ? എന്താണ് തോന്നോ? എല്ലാ വാതിലും അടച്ചു പൂട്ടി ആ ഒരാളെ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാളെ ഒരു റൂമിൽ ഒറ്റക്കാക്കി ഡോർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അയാൾക്ക് ശ്വാസം മുട്ടൂല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ആണോ? ആ അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ആവശ്യമായ സഫിഷ്യന്റ് ആയിട്ടുള്ള വെന്റിലേഷൻ കൊടുത്തെങ്ങാനിട്ട് ആ പേഷ്യന്റിനെ ഇൻഡിവിജ്വൽ റൂമിലേക്ക് താമസിപ്പിക്കുക. Next, high efficiency mask should be worn by staff before entering room. എന്താണ് ഈ പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് സ്റ്റാഫുകൾ ആ റൂമിലേക്ക് പ്രവേശിക്കും. എന്താണ് ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള അല്ലെ നല്ല രീതിയിലുള്ള എന്താണ് നല്ല രീതിയിൽ നമ്മുടെ മൈക്രോബ്സുകളെ തടയുന്ന അല്ലെ അങ്ങനെയുള്ള മാസ്കുകൾ യൂസ് ചെയ്യുക. ഇപ്പൊ കൊറോണയുടെ സമയത്ത് നമ്മൾ തുണി കൊണ്ടുണ്ടാക്കിയ ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ മാസ്കുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ പറയില്ലേ അങ്ങനെയുള്ള തുണികളിലെ മാസ്കുകൾ യൂസ് ചെയ്യാതിരിക്കുക. അതെന്താണ് ഇൻഫെക്ഷൻ ബാധ നമ്മുടെ ശരീരത്തില് പ്രവേശിക്കുന്നത് തടയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള മാസ്കുകൾ അല്ലാതെ നല്ല രീതിയിൽ ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള നല്ല രീതിയിൽ രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന മാസ്കുകൾ ഈ സ്റ്റാഫുകൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ്, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം എന്താണ് പരിമിതപ്പെടുത്തുക. അവരുടെ ആ പേഷ്യന്റിന്റെ പ്രവർത്തനങ്ങള് പരിമിതപ്പെടുത്തുക. എന്താണ് ആ പേഷ്യന്റിനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ആ റൂമിൽ താമസിപ്പിച്ചേക്കാണ്. പക്ഷെ എന്താണ് ആ പേഷ്യന്റ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് ആളുകളായിട്ട് സംസാരിക്കുക, അവരായിട്ട് ഇടപെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഈ പേഷ്യന്റിനെ ഇങ്ങനെ താമസിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ അങ്ങനെയൊന്നുമില്ലാതെ പേഷ്യന്റിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് പരിമിതപ്പെടുത്തുക. ആ റൂമില് മാത്രമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തുക. ക്ലിയർ ആയോ? എയർബോൺ പ്രിക്കോഷൻസ് ഓക്കെ. എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെ മതിയായ വെന്റിലേഷൻ ഒക്കെ കൊടുത്ത് കാണിട്ട് പേഷ്യൻസിനെ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള പേഷ്യൻസിനെ ഒരു റൂമിൽ താമസിപ്പിക്കുക. പിന്നെ എന്താണ് പേഷ്യൻസിനെ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ അവർക്ക് മെഡിക്കേഷൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ എന്താണ് പേഷ്യന്റിനോട് ബന്ധപ്പെടുന്ന സ്റ്റാഫുകൾ എന്താണ് ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള മാസ്കുകള് ഉപയോഗിക്കുക. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ പ്രവർത്തനങ്ങൾ ആ റൂമിന്റെ അകത്ത് മാത്രമായി പരിമിതപ്പെടുത്തുക. നെക്സ്റ്റ്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാല് തുള്ളികളിൽ കൂടെ അല്ലെ പടരുന്നത് തടയുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? സെപ്പറേറ്റ് റൂം ഫോർ ദി പേഷ്യൻസ് ഇഫ് അവൈലബിൾ. എന്താണ് അവൈലബിൾ ആണെങ്കിൽ എന്താണ് പേഷ്യൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താണ് വേറെ റൂം പ്രൊവൈഡ് ചെയ്തു അനുവദിച്ചു കൊടുക്കുക. സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ. എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള മാസ്കുകൾ യൂസ് ചെയ്യുക. നോട്ട് എ ഗോസ് മാസ്ക് എന്ന് പറഞ്ഞാല് തുണി കൊണ്ട് തയ്ച്ച മാസ്കിനെയാണ് കേട്ടോ നോട്ട് എ ഗോസ് മാസ്ക് എന്ന് പറയുന്നത്. ഗോസ് മാസ്ക് എന്ന് പറഞ്ഞാല് തുണി കൊണ്ട് തയ്ച്ച മാസ്ക്. തുണി കൊണ്ട് തയ്ച്ച മാസ്ക് അല്ലാതെ
എന്താണ് സ്റ്റാഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ് ഹൈലി എഫിഷ്യൻസ് ആയിട്ടുള്ള സർജിക്കൽ സ്പ്ലാഷ് മാസ്കുകൾ യൂസ് ചെയ്യുക. പേഷ്യൻസ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെ എയർബോൺ പ്രിക്കോഷൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ് പേഷ്യൻസിന്റെ മൂവ്മെന്റ് എന്താണ് കൺട്രോൾ ചെയ്യുക. പേഷ്യൻസ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് whenever he or she leaves the room. എന്താണ് പേഷ്യന്റ് ആ റൂമിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവരെന്താണ് മാസ്കുകൾ, സർജിക്കൽ മാസ്കുകൾ അല്ലെ, എഫിഷ്യൻസി ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? അത് രണ്ടൊന്നും തന്നെയാണ് അല്ലെ ഏകദേശം, രണ്ടൊന്നും തന്നെയല്ലേ. എയർബോൺ പ്രിക്കോഷൻസിനും ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് എന്താണ് സെയിം തന്നെയാണ്. നെക്സ്റ്റ് കോണ്ടാക്ട് പ്രിക്കോഷൻ ഓർ ഐസൊലേഷൻ. കോണ്ടാക്റ്റിലൂടെ അല്ലെ, നേരിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ അസുഖങ്ങള് ഇൻഫെക്ഷൻ തടരുന്നത് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ. സെപ്പറേറ്റ് റൂം ഫോർ ദി പേഷ്യന്റ് ഇഫ് അവൈലബിൾ. എന്താണ് സെപ്പറേറ്റ് റൂം ഉണ്ടെങ്കിൽ പേഷ്യന്റിന് എന്താണ് സെപ്പറേറ്റ് റൂം കൊടുക്കുക. സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെൻ ദേ എന്റർ ദി റൂം. സ്റ്റാഫ് ഷുഡ് വിയർ എ ഗൗൺ ഡ്യൂറിംഗ് പേഷ്യന്റ് കോണ്ടാക്ട് ഓർ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസസ് ഓർ മെറ്റീരിയൽസ്. എന്താണ് പേഷ്യന്റ് സ്റ്റാഫുകളില് ഈ പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ് ആ റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഗ്ലൗസുകളും പിന്നെ എന്താണ് ഗൗണുകളും ധരിക്കുക. എന്താണ് ആ പേഷ്യന്റിൽ നിന്ന് ഇവർക്ക് അസുഖങ്ങൾ പടരാതിരിക്കാനും അവര് കണ്ടാമിനേറ്റഡ് ആക്കിയിട്ടുള്ള അല്ലെ അവര് തൊട്ട് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇവർക്ക് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാവാതിരിക്കാനും അവിടേക്ക് പ്രവേശിക്കുന്ന സ്റ്റാഫുകൾ എന്താണ് ഗൗണുകളും മാസ്കുകളും ധരിക്കുക. നെക്സ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. എന്താണ് അവര് കൈകള് നല്ല രീതിയിൽ കഴുകുക. പേഷ്യന്റിനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പും ഈ സ്റ്റാഫുകൾ എന്താണ് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. എന്താണ് പേഷ്യന്റിന്റെ മൂവ്മെന്റില് എന്താണ് പുറത്തേക്ക് അവരെ പറഞ്ഞേക്കാതെ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ എന്താണ് ആ റൂമിൽ തന്നെ ചെയ്യിക്കുക. പുറത്തേക്കൊന്നും അവരെ പറഞ്ഞേക്കാതെ ലിമിറ്റേഷൻസ് കൊടുക്കുക അല്ലെ, കൺട്രോൾ ചെയ്യുക അവരുടെ പ്രവർത്തനങ്ങൾ. ക്ലിയർ ആയോ? ഒക്കെ ഒരേപോലെ തന്നെയാണ് അല്ലേ. എയർബോണിലൂടെ പാസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ് ആണെങ്കിലും കോണ്ടാക്റ്റിലാണെങ്കിലും എടുക്കുന്ന പ്രിക്കോഷൻസ് ഒരേപോലൊക്കെ തന്നെയാണ് അല്ലേ. ആന്റിമൈക്രോബിയൽ സർഫസ്. എന്താണ് ആന്റിമൈക്രോബിയൽ സർഫസ്? എന്തൊക്കെയാണ്? ടച്ച് സർഫസസ് normally found in hospital rooms such as bed rails, call buttons, touch plates, chairs, door handles, light switches, grab rails, intravenous ports, dispensers, alcohol gel, paper towel, soap, dressing trolleys and counters and tabletops are known to be contaminated. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ പറഞ്ഞു അല്ലെ, എന്താണ് സോഴ്സസ് പറഞ്ഞു ഓർമ്മയില്ല? സോഴ്സസ് ഓഫ് നോസോകോമിയൽ റിസ്ക് ഹോസ്പിറ്റലില് പറഞ്ഞിരുന്നു. അതിൽ മിസ് ഫോർമേറ്റ് എന്നും പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ട? ഒബ്ജക്റ്റീവ്സ് ആണ് ഫോർമേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഇതിൽ തന്നേക്കുന്നത് ആ ഒബ്ജക്റ്റീവ്സ് അല്ലേ? ആണോ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഇപ്പൊ മിസ്സിന് പറയണോ എന്താണ് ബെഡ് റെയിൽസ് അല്ലെ, നമ്മുടെ സൈഡില് പേഷ്യന്റ് വീഴാതിരിക്കാൻ ആ സൈഡിലുള്ള ബെഡ് റെയിൽസ് ഉണ്ടാവും. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ റൂമിലല്ലേ എല്ലായിടത്തും ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടാവും. കോൾ ബട്ടൺസ് അറിയാലോ, നഴ്സിന് സിസ്റ്റം എന്തെങ്കിലും എമർജൻസിക്ക് വിളിക്കേണ്ടതുണ്ടെങ്കിൽ കോൾ ബട്ടൺ ഉണ്ടാവും. അപ്പൊ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആളാ കോൾ ബട്ടണിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടായിരിക്കും. പിന്നെ പ്ലേറ്റ്സുകൾ, പിന്നെ എന്താണ് ചെയറിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സിലൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്
ഇൻഫെക്ഷൻ ബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്രാബ്രയിൽസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്താണെന്നോ, നമ്മ ഈ എന്താണ് നടക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവര് എന്താ അവർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ ഉണ്ടാവില്ലേ, അതാണ് ഗ്രാബ്രയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടാ. പിന്നെ ഇൻട്രാവീനസ് പോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസ് ഒക്കെ കഴിച്ചില്ലേ അതിനുള്ള സ്റ്റാൻഡ്. അത് രണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതുള്ളത് ആ വേർഡിൽ. അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സിലൊക്കെ എന്താണ് ഈ പേഷ്യന്റ് തൊട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ഇൻഫെക്ഷൻ ബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ hence that surface in hospital room can act as a sources or reservoirs for the spread bacteria from the hands of healthcare workers and visitors to patients. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സിൽ ഈ പേഷ്യന്റ് തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെ ഹെൽത്ത് കെയർ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ നഴ്സിംഗ് ഹോമില് അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനല്ലേ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുക, അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ എന്താണ് ഈ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ കീപ് ദ സർഫസസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സർഫസുകൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സുകളൊക്കെ എന്താണ് മൈക്രോ ഓർഗാനിസംസ് ഇല്ലാത്ത രീതിയിൽ സൂക്ഷിക്കുക. എന്താണ് സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, അങ്ങനെയുള്ള പ്രോസസ്സിലൂടെ മൈക്രോ ഓർഗാനിസംസിനെ ഫ്രീ ആക്കുക, നശിപ്പിച്ചു കളയുക. ക്ലിയർ ആയോ? ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആളുകളെ തൊട്ട ഒബ്ജക്റ്റീവ്സുമല്ലേ അവര് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ചെയറും തൊടാം, ബെഡ് റെയിൽസും തൊടാം, സ്വിച്ചസും തൊടാം, അങ്ങനെ എന്ത് ഹോസ്പിറ്റൽ റൂമിലുള്ള അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന എന്ത് സാധനത്തും തൊട്ടാൽ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സിൽ നിന്ന് എന്താണ് ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സന്ദർശകർക്കൊക്കെ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സർഫസുകൾ ഇങ്ങനെയുള്ള പ്രതലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സുകൾ എന്താണ് മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ച് കളഞ്ഞ് യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ച് കളയുക. എന്താണ് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം? സാനിറ്റൈസ് ചെയ്യാം, അല്ലെ, സ്റ്റെറിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ വാഷ് ചെയ്യാം, അല്ലേ? ക്ലിയർ ആയോ? ആന്റി മൈക്രോബിയൽ സർഫസസുകള്. ഓക്കെ, നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അതിലെ കുറച്ച് ആളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും അങ്ങനെ ഒരു കമ്മിറ്റി? ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ എന്തിനായിരിക്കും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ആലോചിച്ച് നോക്ക്, എന്തിനായിരിക്കും? ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഒന്ന് പറ. പറ്റില്ല പറയാൻ, അറിയില്ല. എല്ലാം കൃത്യമായി നോക്കാനായിട്ട് അല്ലെ, രോഗം പകരാതിരിക്കാൻ അല്ലെ, എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ പടരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ പടരുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പ്രിവെൻഷൻ എടുക്കാൻ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ കുറെ പേരൊക്കെ ആൻസർ പറഞ്ഞ അതന്നെയാണ് ഇൻഫെക്ഷൻ കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ്. ഓക്കെ, ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് and it is liable for establishing and maintaining infection prevention and control. എന്താണ് ഒരു പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു പേഷ്യന്റിനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് സേഫ്റ്റി ആയിരിക്കും മുഖ്യം. അപ്പൊ അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള നോസോഫോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ വേണല്ലേ അവര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആണോ? ആണ്.
അപ്പൊ എങ്ങനെയാ അതുകൊണ്ട് കെയർ ഫെസിലിറ്റീസ് ആൻഡ് ഈസ് ലയബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. എന്താണ് അങ്ങനെ ആ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിന് എന്താണ് ഇൻഫെക്ഷന് വരാത്ത കൺട്രോൾ ചെയ്യാനും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് നടപടിക്രമങ്ങള് പ്രൊസീജിയേഴ്സ് അതിനുള്ള പോളിസികളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉള്ളത്. പിന്നെന്താ ഇറ്റ്സ് മോണിറ്ററിംഗ് റിപ്പോർട്ടിംഗ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഈ നോസോഫോമിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ മോണിറ്ററൈസ് ചെയ്യല്ലേ, എന്തൊക്കെ രീതിയിലാണ് ആ ഇൻഫെക്ഷൻ ആ ഹോസ്പിറ്റലിൽ പടരുന്നത്, അതിൽ എന്തൊക്കെ രീതിയിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്, അതൊക്കെ എന്ത് ചെയ്യാ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, എന്താണ് അത് റിപ്പോർട്ട് ചെയ്യുക അല്ലെ. പിന്നെന്താണ് അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തുക അല്ലെ. ആ ഇൻഫെക്ഷനിലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാതിരിക്കുന്നതിനുമായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ മെഡിസിൻസ് അല്ലെ ആ ഇൻഫെക്ഷന് വേണ്ടി എന്തൊക്കെ മെഡിസിൻസ് യൂസ് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ നടത്തുക. അതെന്താണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് നമുക്ക് കൊറോണ വൈറസ് വന്നു അല്ലെ. ഇപ്പൊ നമുക്കൊക്കെ അറിയായിരുന്ന സാധാരണ ആളുകൾക്ക് അറിയായിരുന്ന കൊറോണ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയായിരുന്നോ? അറിയായിരുന്നോ? ഇല്ല. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകര് അല്ലെ, ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ അല്ലെ, അതിനുള്ള എഡ്യൂക്കേഷൻസ് അല്ലെ, അറിവ് പറഞ്ഞു തന്നില്ല അല്ലെ, വിവര ഇൻഫർമേഷൻ തന്നെന്താണ് മാസ്ക് ധരിക്കുക, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത്ര മീറ്റർ അകലം പാലിക്കുക, എന്താണ് കൈകൾ സാനിറ്റൈസ് ചെയ്യുക എന്നൊക്കെ അവരല്ലേ പറഞ്ഞു തന്നത്. ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ബാധ വരുമ്പോ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നതിനുള്ള എഡ്യൂക്കേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുക. ക്ലിയർ ആയോ? എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലില് പ്രവേശിക്കുന്ന പേഷ്യന്റിന് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഇല്ലാത്ത രീതിയിൽ അല്ലെ അത് എന്താണ് പ്രതിരോധിക്കാനും അത് കൺട്രോൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങള് ഹോസ്പിറ്റലില് നടപ്പിലാക്കുക. കൂടാതെ എന്താണ് ഈ നോസോഫോമിയൽ ഇൻഫെക്ഷനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ രീതിയിൽ എന്താണ് എങ്ങനെയൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ ഇൻഫെക്ഷൻ ബാധ പകരാം, അങ്ങനെയുള്ള കാര്യങ്ങള് മോണിറ്ററൈസ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ് റിസർച്ച് ചെയ്യുക അല്ലെ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും റിസർച്ച് ചെയ്യുന്നത്, എന്തൊക്കെ പ്രതിരോധ പ്രിക്കോഷൻസ് സ്വീകരിക്കാൻ പറ്റും, എന്തൊക്കെ മെഡിസിൻസ് ആ ഇൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, അങ്ങനെയുള്ള ഗവേഷണങ്ങൾ നടത്തുക. പിന്നെ എന്താണ് മറ്റുള്ളവർക്ക് അറിവ് ഈ ഇൻഫെക്ഷൻസിനെ കുറിച്ചുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആയോ? ഇന്ന് എന്തൊക്കെയാ പഠിച്ച് നമ്മ പ്രിവെൻഷൻസ് ആണ്. എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണുള്ളത്? സാനിറ്റൈസ് ചെയ്യുക അല്ലെ, ശുചീകരിക്കുക അല്ലെ, എന്താണ് യൂണിഫോമുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സാധനങ്ങൾ വാഷ് ചെയ്യുക, കഴുകുക, അതല്ലെങ്കിൽ എന്താണ് മറ്റുള്ള പ്രതിരോധ മാർഗങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യുക, ഹാൻഡ് എന്താണ് സാനിറ്റൈസ് ചെയ്യുക, അങ്ങനെയുള്ള സാനിറ്റൈസ് ശുദ്ധീകരണ പ്രവർത്തനങ്ങള് നടത്തുക. പിന്നെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക, എന്താണ് സാനിറ്റൈസേഷനിലും കൂടുതൽ ഇഫക്റ്റീവായ ഒരു അണുനശീകരണ മാർഗമാണ് സ്റ്റെറിലൈസേഷൻ. നെക്സ്റ്റ് എന്താണ് ഐസൊലേഷൻ. എന്താണ് ആളുകളെ മറ്റാളുകളിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളെ മറ്റാളുകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുക. ഇതെന്താണ് കോമൺ ആയിട്ടുള്ള സാധാരണ രീതിയിൽ ഇൻഫെക്ഷൻ ബാധ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ ബാധ പടരുന്നതിൽ നിന്ന് ഉള്ള ഒരു മുൻകരുതലാണ് ഐസൊലേഷൻ ചെയ്ത ഒരാളെ താമസിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് നേരിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നത് ഈ സാധാരണ രീതിയിൽ താമസിപ്പിച്ചതിനാൽ എന്താണ് നമുക്ക് ആ ഇൻഫെക്ഷൻ തടയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അതിനുള്ള ഏക പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ ഐസൊലേഷൻ ചെയ്ത്
താമസിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഹാൻഡ് വാഷിംഗ്, എന്താണ് പേഷ്യന്റിനെ തൊട്ടതിന് ശേഷവും തൊടുന്നതിന് മുമ്പും അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ സർഫസുകളൊക്കെ തൊടുന്നതിന് മുമ്പും ശേഷമൊക്കെ എന്താണ് ഹാൻഡ് വാഷ് ചെയ്യുക, നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. എന്താണ് പിന്നെ PPE കിറ്റുകൾ അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുക. അത് നമ്മുടെ ബോഡിക്കും സ്കിന്നിനും നമ്മുടെ ക്ലോത്തിങ്ങിനും മൂക്കസ് മെമ്പറൈന് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്സിനൊക്കെ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് കഴിയും. പിന്നെ ഗ്ലൗസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കയ്യില് ഹാൻഡില് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നത് തടയുന്നു. പിന്നെന്താണ് പ്രിക്കോഷൻസ്, എയർബോൺ പ്രിക്കോഷൻസ് ഉണ്ട്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ഉണ്ട്, കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട്. ഇതെന്താണ് ഐസൊലേറ്റ് ചെയ്ത് അല്ലെ, എന്താണ് സെപ്പറേറ്റ് റൂമിൽ താമസിപ്പിക്കുക. പിന്നെ ഇവരുടെ അടുത്ത് ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ പ്രവേശിക്കുന്ന സ്റ്റാഫുകള് ഗൗണുകളും മാസ്കുകളും ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ ആ റൂമിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തുക. അവർ റൂമിൽ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് എന്താണ് മാസ്കുകൾ അല്ലെ, സർജിക്കൽ മാസ്കുകൾ, എഫിഷ്യൻസി ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ അവരെന്താണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ആന്റി മൈക്രോബിയൽ സർഫസ്, എന്താണ് ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് ഉപയോഗിക്കുന്ന അല്ലെ അല്ലെങ്കിൽ ആ പേഷ്യന്റ് ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സും എന്താണ് മൈക്രോബ്സുകൾ, അണുക്കൾ ഇൻഫെക്ഷൻ ബാധയേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ആ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്താണ് ഇൻഫെക്ഷൻ ബാധയേൽക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സർഫസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്താണ് അണുവിമുക്തമാക്കി മാറ്റുക. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇന്നത്തെ ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മാം ഇനി കുറച്ചും കൂടി ഉള്ളു നമുക്ക് ഈ ചാപ്റ്റർ കേട്ടോ. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയില് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, അവരുടെ റോൾ എന്താണ്, പിന്നെന്താണ് ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്പുകളാണ്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.